1999 ഫെബ്രുവരി 11 മാനസിക വൈകല്യമുള്ള 3 രോഗികളെ ദൈവകൃപയാൽ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചാണ് ജോസ് ആന്റണി ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇന്ന് 75 പേര് എന്നീ സ്ഥാപനത്തിൽ നമ്മുടെ കൂടെയുണ്ട്. പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ലൂർദ് ഭവൻ. തമ്പുരാൻ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ഭവനത്തെ ഇത്രത്തോളം നടത്തി. ഞങ്ങളായിട്ട് ആരുടെ അടുത്തെങ്കിലും പിരിവിന് പോയാൽ അവർ തരത്തില്ല. ഞങ്ങളാരോടെങ്കിലും ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അരിയില്ലായിരുന്ന അവസരത്തിൽ പലരോടും അരി ചോദിക്കാനായിട്ട് പലരോടും ചോദിച്ചവരാരും തന്നില്ല. പക്ഷെ തമ്പുരാൻ ആഗ്രഹിച്ച വ്യക്തി ആ സമയമായപ്പോൾ ഇവിടെ അരിയുമായിട്ട് കടന്നു. ഈശോയുടെ പ്രത്യേക കരുണയും നല്ലവരായ ദൈവമക്കളുടെ സഹകരണവും കൊണ്ടാണ് ലൂർദ് ഭവൻ്റെ അനുദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. നമ്മുടെ സമൃദ്ധിയിൽ ഈ ഭവനത്തെയും ഈ സഹോദരരെയും ഓർമ്മിക്കുമല്ലോ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. മത്തായി 25:35. ഈ മനുഷ്യൻ വായിൽ നിന്ന് ഞൊരിയും പതയും വന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗികളെ പുള്ളിയുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് പുള്ളിയുടെ തുണിയിലോട്ട് തന്നെ തൂക്കുന്ന അവസ്ഥ വരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരും നമുക്ക് വഴിയിൽ വെച്ച് പുഴു അരിച്ചു കിട്ടിയിരിക്കുന്ന വ്യക്തികൾ വരെ ഉണ്ട്. ഇപ്പോൾ മനുഷ്യനെ നമ്മുടെ കിട്ടുമ്പോൾ പുള്ളിയുടെ തലയിൽ കണ്ണിൻ്റെ പുരിയത്തിൻ്റെ അവിടെ പൊട്ടിയിട്ട് മുഴുവൻ പുഴു അരിച്ചിട്ട് വർഷങ്ങളായി ഇങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചികിത്സിക്കാണ്ടൊക്കെ നടന്ന് പുഴുവൊക്കെ പിടിച്ച് അരിച്ച് ഇങ്ങനെ ആണ് നമ്മുടെ കിട്ടുന്നത്. ദൈവത്തിൻ്റെ മഹത്വം പ്രകടമായി ദർശിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണ് ഈ ലൂർദ് ഭവൻ. ഇതുപോലെയുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുക, അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുകയില്ല. അരുവിക്കുഴി എന്ന ഈ ഗ്രാമത്തിൻ്റെ പുണ്യമാണ് നമ്മുടെ ലൂർദ് ഭവൻ. ഈ ദൈവമക്കളെ സഹായിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.